എല്ലാ ആഴ്ചയിലും ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് സൺഡേ ആവാനാട്ടോ. കാരണം ആ ദിവസം ആവുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും തിരക്കൊന്നും ഇല്ലാതെ കുറച്ച് സമയം ഇങ്ങനെ ഒരുമിച്ച് ചെലവഴിക്കാൻ കിട്ടുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ബീച്ചിലേക്കാണ്, പനമ്പൂർ ബീച്ചിലേക്ക്, മംഗലാപുരത്തുള്ള. അപ്പൊ ബീച്ചിൽ പോകാൻ പറ്റിയൊരു കാലാവസ്ഥ അല്ലെങ്കിൽ കൂടിയും അവിടെ പോയിരുന്ന് കുറച്ച് സമയം ഇങ്ങനെ ബീച്ചൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീൽ ആണല്ലോ. അപ്പൊ അത് കാരണമാണ് നമ്മൾ ബീച്ചിൽ പോവാന്ന് വിചാരിച്ചത്. അപ്പൊ ബീച്ചിൽ എത്തിയപ്പോഴാണെങ്കിൽ അവര് പറഞ്ഞു അവിടെ ഇപ്പൊ റെഡ് അലർട്ട് ആണ്, നിങ്ങൾക്ക് വെള്ളത്തിലോട്ട്. പക്ഷെ അത് വലിയൊരു ഇഷ്യൂ അല്ലായിരുന്നു, കാരണം നമ്മൾ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പോകുന്നില്ല. അപ്പൊ അവിടെ ചെന്നപ്പോ തന്നെ ഭയങ്കര സൺഡേ ആയത് കാരണം ഭയങ്കര റഷും, പിന്നെ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറയാച്ചാൽ ഈ ഒട്ടകത്തിന്റെ മേലെ പോകുന്നുണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. അതിന്റെ ഫേസ് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമായി. ഒട്ടകം അല്ലാണ്ട് പിന്നെ അവിടെ ഹോഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറെ ആക്ടിവിറ്റീസ് ലൈക്ക് ഗെയിംസ് ഉണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ ഈ മരുഭൂമിയിലൂടെയൊക്കെ പോകുന്ന പോലത്തെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, ബൈക്ക് റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതൊന്നും ട്രൈ ചെയ്തില്ല. എനിക്കിതിലൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. എന്റെ കൂടെ വന്ന ആൾക്ക് പിന്നെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ അത് കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു എൻഡിൽ നിന്ന് ഇപ്പുറത്തെ എൻഡ് വരെ ഇതൊക്കെ ഒന്ന് പോയി കാണാം, എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളതെന്ന് കാണാന്ന് വിചാരിച്ചു പോയി. അപ്പൊ നമ്മളവിടെ കഫേയിലും കയറാന്ന് വിചാരിച്ചു, പക്ഷെ കഫേയുടെ എൻട്രൻസ് അപ്പുറത്തെ സൈഡ് ആയത് കാരണം നമ്മൾ പോയില്ല. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ചു നേരം കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചു പോന്നിട്ട് നമ്മൾ നേരെ ഫിഷ് മാർക്കറ്റിലേക്കാണ് പോയത്. കുറച്ച് ഫിഷും പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എല്ലാം അവിടെ തന്നെ അടുത്ത് തന്നെ കിട്ടും. അപ്പൊ അത് വാങ്ങിക്കാന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് ഭോജിയും ദീപക്കും ഇന്ന് സൺഡേ ആയത് കാരണം അവർ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബിരിയാണിയും സാധനങ്ങളൊക്കെ അവർ തന്നു. അപ്പൊ ഇനി ഫ്ലാറ്റിൽ പോയി ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പൊ നമ്മൾ ഫിഷും ഫ്രൂട്ട്സും ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോയിട്ട് ജസ്റ്റ് എന്തെങ്കിലും കോഫിയോ എന്തെങ്കിലും സ്നാക്സും കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചായപ്പാറ്റിക്ക് പോയി. ചായപ്പാറ്റി പോയിട്ട് ഞാനൊരു കോഫിയും അക്ഷരനൊരു മസ്കാ ബണ്ണും പറഞ്ഞു. പക്ഷെ സത്യം പറയാലോ, മസ്കാ ബണ്ണിന് ഒരു ടേസ്റ്റും ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അക്ഷരന് നല്ല ഇഷ്ടപ്പെട്ടു, ബിക്കോസ് കുറെ പഞ്ചസാരയും കുറെ തേങ്ങയും പറ്റി ക്രഷ് ചെയ്തിട്ട് ഇട്ടതും ഉണ്ടായിരുന്നു. എനിക്ക് അതുമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ സൺഡേ ഔട്ടിങ് ഇങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഓക്കെ ദെൻ ബൈ.